ഹലോ ഗായ്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ നമ്മളിന്ന് വന്നിരിക്കുന്നത് FC മൊബൈൽ ബേറ്റയിൽ 10 മിനിറ്റിൽ എങ്ങനെയാണ് 106 OVR ആക്കാമെന്നാണ്. അപ്പോൾ 2 പാക്ക് വെൽക്കം ബാക്ക് വന്നിട്ടുണ്ട്, ഒന്ന് ക്ലെയിം ചെയ്യാം ഗൈസ്. യെസ് ഗൈസ്, ആനിവേഴ്സറി വാക്കൗട്ടാണ് ഗൈസ്. ലെഫ്റ്റിംഗ് ആണ്, ജോയിൻറ്റസ്. യെസ് ഗൈസ്, 101 ഈൽഡേഴ്സ്. അങ്ങനെ നമുക്ക് ഇനി ബാക്കി ആരൊക്കെ കിട്ടിയിട്ടുണ്ട്. യെസ്, ഗൈസ്, കുറേ ഗൈസ് പ്ലേയേഴ്സിനെ കിട്ടിയിട്ടുണ്ട്. ഇനി ഒരു ബാക്കും കൂടി ഉണ്ട് ഗൈസ്, അതും കൂടി ഒന്ന് ഓപ്പൺ ചെയ്യാം. അടുത്ത ബാക്ക്. യെസ് ഗൈസ്, ചെറിയ സ്റ്റെക്ക് വന്നിരിക്കുകയാണ് ഗൈസ്. CDM ഹീറോസ് മാർക്കസ്. യെസ് ഗൈസ്, 103 മാർക്കസാണ്. വീണ്ടും കുറേ 103 കിട്ടിയിട്ടുണ്ട്. ഡ്രോഗ്ബ, ഇറ്റോ, വെല്ലിംഗം, അതും പറഞ്ഞിട്ട് ഗൈസ് കുറേ മാച്ചാണ്, ഇത്രയും മാച്ചാണ് കിട്ടിയിട്ടുണ്ട് ഗൈസ്. അതാണ് ഇതിൻ്റെ ഏറ്റവും വലിയ ഹൈലൈറ്റ്. ഇനി നമുക്ക് ഈ മാച്ച് വെച്ചിട്ട് വേണം 106 OVR ആക്കാൻ. ആ ഡെയിലി ലോഗിൻ വീണ്ടും ഗൈസ് ഒരു ബാക്കും കൂടി ഉണ്ട്. ഇതിലിപ്പോഴും ഡെയിലി ലോഗിൻ ട്രിക്ക് ഓർ ട്രീറ്റ് ആണ് ഗൈസ്. റൈറ്റ് വിങ് ഗിനാബ്രി. യെസ് ഗൈസ്, ഗിനാബ്രിയാണ്. ഇനി നമുക്ക് നേരെ സ്ക്വാഡ് ബിൽഡിങ്ങിലോട്ട് പോകാം ഗൈസ്. യെസ്, കണ്ടിന്യൂ. ഞാൻ ആദ്യമായിട്ട് തുടങ്ങുന്നുണ്ട് ഗൈസ്, അതുകൊണ്ടാണ് ഇതിങ്ങനെയൊക്കെ കാണിക്കുന്നത്. ബാക്ക് അടിക്കാം. യെസ്, ഓട്ടോ ബിൽഡ് അടിച്ചു ഗൈസ്. അപ്പോൾ വേഗം 103 OVR ആയി. ഇനി സബ്സ്റ്റിറ്റ്യൂഷൻ ചെറുതായിട്ട് റിമൂവ് ചെയ്യാണ്ട് ഗൈസ്. ചിലപ്പോൾ നമ്മുടെ OVR ഒക്കെ കൂട്ടാൻ ചിലപ്പോൾ ചിലപ്പോൾ സാധ്യത ഉണ്ടാവാറുണ്ട്, ചിലപ്പോൾ നേരത്തെ കൂടാറുണ്ട് ഗൈസ്. അങ്ങനെ കൂടിയാലോ എന്ന് ഞാൻ ഓർത്തിട്ടാണ് ഇതൊന്ന് റിമൂവ് ചെയ്ത് നോക്കണത്. പക്ഷെ ഇതുവരെ കൂടിയിട്ടില്ല. ഇനിയും കൂടിയില്ല, എപ്പോഴും കൂടിയിട്ടില്ല ഗൈസ്. അങ്ങനെ അവസാനം തീരെ കൂടിയിട്ടില്ല. ഇനി നമുക്ക് റാങ്ക് അപ്പ് ചെയ്യാം. ചെറുതായിട്ടൊന്ന് മാറ്റുന്നുണ്ട്, 2-3 പ്ലേസിനൊക്കെ. ആനിവേഴ്സറി ഇവൻ്റ് ആക്കാൻ വേണ്ടിയിട്ട് മാറ്റുകയാണ് ഗൈസ്. പിന്നെ കുറച്ച് ആൾക്കാരെയും കൂടി, ഒരു കാർഡ് കാണാൻ രസമില്ലാത്ത ആൾക്കാരെയും കൂടി ഒന്ന് മാറ്റുന്നുണ്ട് ഗൈസ്. യെസ്, ലൂസിയോ. ഒന്നും കൂടിയിട്ടില്ല എന്തായാലും. അപ്പോൾ നമുക്ക് നേരെ റാങ്ക് അപ്പിലേക്ക് തുടങ്ങാം ഗൈസ്. ഹെൻറി 104 ആക്കാൻ പോകണം ഗൈസ്. ഫസ്റ്റ് നമ്മുടെ പ്ലാൻ എന്താ വെച്ചാൽ എല്ലാവരെയും ഒരു വട്ടം റാങ്ക് അപ്പ് ചെയ്യുക, രണ്ടാമത്തെ വട്ടം റാങ്ക് അപ്പ് ചെയ്യുക. എന്നിട്ട് ആണ് ഗൈസ്, അങ്ങനെ നമുക്ക് OVR കൂട്ടാൻ പറ്റും. അവൻ 104 ആയി. ഇനി അങ്ങനെ നമുക്ക് എല്ലാവരെയും റാങ്ക് അപ്പ് ചെയ്യണം. അതാണ് നമ്മുടെ പരിപാടി. ഇപ്പം തന്നെ 104 ആയിട്ട് ഗൈസ്. ഇനി എംബാപ്പേനെ ആക്കണം ഗൈസ്. യെസ്, എംബാപ്പേ റാങ്ക് അപ്പ് 104 ഗൈസ്. വീണ്ടും കണ്ടിന്യൂ. വീണ്ടും ബാക്ക് അടിച്ചു. അതുകൊണ്ട് ബെയിലിൻ്റെ റാങ്ക് അപ്പ് ചെയ്യാനും പോകണം ഗൈസ്. അവന് 104. നിങ്ങൾക്ക് വേണമെങ്കിൽ സ്കിപ്പ് ചെയ്യാം ഗൈസ്, ഇത് റാങ്ക് അപ്പ് തന്നെയാണ്. അങ്ങനെ നമ്മളെല്ലാവരും റാങ്ക് അപ്പ് ചെയ്യണം. ഇനി മറ്റേസ് 104 ഗൈസ്. ഇനി വീണ്ടും ബാക്ക് അടിക്കാം. ഇനി ബെല്ലിംഗം റാങ്ക് അപ്പ്. ഗൈസ്, അങ്ങനെ ബെല്ലിംഗം 104 ആയി. നമുക്ക് അടുത്ത വാൾവേറുടെ റാങ്ക് അപ്പ് ചെയ്യാം. അങ്ങനെ വാൾവേറുടെ ആയിട്ടുണ്ട് ഗൈസ്. ഇനി നമുക്ക് അടുത്ത ആളെ റാങ്ക് അപ്പ് ചെയ്യാം. ബാക്ക് അടിക്കാം. ഇനി നമുക്ക് ഇത്രയും 4 പ്ലേയേഴ്സിനെ ചെയ്യാണ്ട് ഗൈസ്. വീണ്ടും അടുത്ത ആളും റാങ്ക് അപ്പ് ചെയ്യുന്നത് ഗൈസ്.
ഇനി നമുക്ക് ലൂസിയോ, നമുക്ക് വീണ്ടും അടുത്ത റാങ്കപ്പ് ചെയ്യാം ഗൈസ്. ഇത് കുറച്ച് നേരം പിടിക്കുന്ന പരിപാടിയാണ്, എന്നാലും നമുക്ക് സ്ക്വാഡിൻ്റെ OR കൂട്ടണമെങ്കിൽ ഇത് ചെയ്തല്ലേ പറ്റുള്ളൂ. ബുഫോൺ, അടുത്ത ഗോൾ PA പ്രായണ്ട് ഗൈസ്. എനിക്ക് FC മൊബൈലിൽ കിട്ടണമെന്ന് വിചാരിച്ച എല്ലാ പ്ലേയേഴ്സും മിക്ക പ്ലേയേഴ്സും ഇതിൽ കിട്ടിയിട്ടുണ്ട് ഗൈസ്, ബേറ്റയിൽ കിട്ടിയിട്ടുണ്ട്. നിങ്ങൾക്ക് FC മൊബൈൽ ഈ പ്ലേയേഴ്സിന് ആരെങ്കിലും കിട്ടിയിട്ടുണ്ടോയെന്ന് താഴെ കമൻറ്റ് ചെയ്യുക ഗൈസ്. ഇനി ഒരാളും കൂടി ഇറങ്ങാൻ പോകാനുണ്ട്. ഗൈസ് അങ്ങനെ നമ്മൾ 105 OR ആക്കാൻ പോവുകയാണ് ഗൈസ്. ഇനി ഒരാളും കൂടി റാങ്കപ്പ് ചെയ്താൽ മതി ഗൈസ്, അപ്പോൾ നമ്മൾ ഉറപ്പായിട്ട് 105 ആവും. ഇനി എംബാപ്പേനെ ഒരു വട്ടം 105 ആക്കാൻ പോവാണ് ഗൈസ്. അപ്പോൾ നമ്മുടെ OR 105 ആവും ഗൈസ്. യെസ് ഗൈസ്, അങ്ങനെ നമ്മളെ സ്ക്വാഡിൻ്റെ OR 105 ആയിരുന്നുണ്ട് ഗൈസ്. യെസ്, ഇനി നമുക്ക് ഒരു റൗണ്ടും കൂടി ഇവരെല്ലാവരെയും റാങ്കപ്പ് ചെയ്യണം. അപ്പോഴാണ് എന്താ പറയുക നമ്മുടെ OR 106 ആവുള്ളൂ ഗൈസ്. അപ്പോൾ അതാണ് നമ്മുടെ ഇന്നത്തെ വീഡിയോ. കുറച്ച് നേരം കൂടി ഭയങ്കര ലെങ്തി ആയിട്ടുള്ളൊരു പരിപാടിയാണ്, എന്നാലും 105 OR ആക്കണമെങ്കിൽ അത് ചെയ്യണം. അപ്പോൾ ഗൈസ് ഇതാണ് നമ്മുടെ ഇന്നത്തെ വീഡിയോ. പക്ഷേ FC മൊബൈലിൽ നിങ്ങൾക്ക് എത്ര OR ഉണ്ട് ഗൈസ് കമൻറ്റ് ചെയ്യുക. എനിക്ക് 105 ഗൈസ് OR. അത് ഞാൻ കുറേ കാലമായി കളിക്കാൻ തുടങ്ങിയിട്ട് ഗൈസ്. ഭയങ്കര കോംപ്ലിക്കേറ്റഡാണ്, ബേറ്റ പോലെയല്ല, അതിൽ ഭയങ്കര കോംപ്ലിക്കേറ്റഡ് ആയിട്ടാണ് നമുക്ക് സ്ക്വാഡ് ബിൽഡിങ് ചെയ്യാൻ പറ്റുള്ളൂ. നിങ്ങൾക്ക് എൻ്റെ കൂടെ 1v1 വരണമെങ്കിൽ ID താഴെ കമൻറ്റ് ചെയ്യുക ഗൈസ്. ഞാൻ നിങ്ങളുടെ കൂടെ 1v1 ഹെഡ് ടു ഹെഡ് വരാം ഗൈസ്. അങ്ങനെ 105 റാങ്കപ്പ് ചെയ്യാം. കുറേ നേരം ചെയ്തുകൊണ്ടിരിക്കുന്നു, 10 മിനിറ്റ് വരെ നമ്മൾ റാങ്കപ്പ് ചെയ്യും. 10 മിനിറ്റ് റാങ്കപ്പ് ചെയ്യുന്നു ഗൈസ്, എന്നാലേ ഇതൊക്കെ ശരിയാവുള്ളൂ. ആദ്യം കുറച്ച് നേരം 3 പാക്ക് ഓപ്പൺ ചെയ്തു, അതിന് ശേഷം ഫുൾ റാങ്കപ്പാണ് ഗൈസ്. അതാണ് റാങ്കപ്പാണ് ഈ വീഡിയോയിലെ മെയിൻ കോൺസെപ്റ്റ് എന്ന് പറയുന്നത്. റാങ്കപ്പാണ്, എന്നാലേ ഇത് ചെയ്യാൻ പറ്റുള്ളൂ, OR അപ്പാക്കാൻ പറ്റുള്ളൂ ഗൈസ്. പിന്നെ നിങ്ങൾക്ക് ചിലവർക്ക് എന്താ പറയുക ബേറ്റയിൽ വയസ്സ് കൊടുക്കണം. അപ്പോൾ നമ്മൾ 18+ കൊടുക്കണം ഗൈസ്. 18+ കൊടുത്താലാണ് നമുക്ക് ബേറ്റ വേർഷൻ കളിക്കാൻ പറ്റുള്ളൂ. നമ്മുടെ കറണ്ട് വയസ്സ് കൊടുത്തിട്ടുണ്ടെങ്കിൽ ഇപ്പോൾ കളിക്കാൻ പറ്റില്ല, നോട്ട് എലിജിബിൾ എന്ന് കാണിക്കും ഗൈസ്. ഞാൻ 18+ കൊടുത്തു. ഗൈസ് അങ്ങനെ 105. ചെറിയ നെറ്റ് പ്രശ്നം വന്നിട്ടുണ്ട് ഗൈസ്, റെഡി. യെസ് ഗൈസ്, നമ്മുടെ ചെറുതായിട്ടൊന്ന് നെറ്റ് പോയിട്ടുണ്ട് ഗൈസ്. ഇപ്പോൾ വരും ഗൈസ്, 1 മിനിറ്റ് വെയിറ്റ് ചെയ്യൂ. യെസ് വന്നു ഗൈസ്. അതിന് ഒന്നും കൂടി 2 പേരും കൂടി ചെയ്തിട്ടുണ്ടെങ്കിൽ നമ്മുടെ OR 106 ആവാൻ പോകുന്നു ഗൈസ്. 3 പേരും കൂടി ചെയ്യാണ്ട്. യെസ്, മാഷറാനോ കുറഞ്ഞ് വരുന്നുണ്ട് ഗൈസ്. എത്ര പെട്ടെന്നാണ് മാഷറാനോ പോയത്, പെട്ടെന്ന് പോയി ഗൈസ്. മാഷറാനോ കുറഞ്ഞു പോയി, ഞാൻ കുറേ ഉണ്ട് വിചാരിച്ചതാണ്, പക്ഷെ പെട്ടെന്ന് കുറഞ്ഞു ഗൈസ്. ഇനി നമുക്ക് ഒരാളും കൂടി ചെയ്യണം. യെസ് ഗൈസ്, ഇനി നമുക്ക് എംബാപ്പേനെ മാത്രം ചെയ്താൽ നമ്മുടെ OR 106 ആവും ഗൈസ്. നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞാൽ, ഇത് ബേറ്റയിലാണ് ഞാൻ ഇങ്ങനെ 10 മിനിറ്റിൽ OR കൂട്ടുന്നത്. FC മൊബൈലിൽ നമ്മൾ കുറേ കളിക്കണം. യെസ് ഗൈസ്, ലാസ്റ്റ് ആകുമ്പോഴേക്കും നമ്മുടെ നെറ്റ് പോയിരിക്കുന്നു ഗൈസ്.
106 എന്നാൽ നെറ്റ് പോയി. ഈ ഗെയിമിൽ ഇടയ്ക്കിടയ്ക്ക് അങ്ങനെ നെറ്റ് പോകും ഗൈസ്. അതാണ് ഈ ഒരു ഗെയിമിൻ്റെ പ്രത്യേകത. യെസ് ഗൈസ് 106 OER ആയെന്ന് ഞാൻ വിചാരിക്കുന്നു. യെസ് ഗൈസ്, അങ്ങനെ അവസാനം നമ്മൾ 106 OER ആയിരിക്കുന്നു. അപ്പോൾ ഇതാണ് വീഡിയോ.